ഇയാനി ക്രിയേഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് യോക്ക് അംബ്രല്ല ചുരിദാറിന്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങുമാണ്. അപ്പോൾ നമുക്ക് ആദ്യമേ തുണി ഒന്ന് പരിചയപ്പെടാം. ഞാൻ യോക്ക് സ്റ്റിച്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നെറ്റിന്റെ ഫാബ്രിക് ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ താഴെ ലൈനിങ് വേണമെങ്കിൽ ലൈനിങ് വെക്കാം. ഞാനിപ്പോൾ ടോപ്പ് അടിക്കുന്നതിൻ്റെ തുണി ഒരു 1/2 മീറ്റർ വാങ്ങിച്ചിരിക്കുകയാണ്. കാരണം ഈ നെറ്റ് വളരെയധികം നമുക്കിതിന് നിഴൽ വരും. അപ്പോൾ നമ്മൾ ലൈനിങ് ഒഴിവാക്കി ഇതുപോലത്തെ ഒരു തുണി വെക്കുകയാണെങ്കിൽ അത് കുറച്ചുകൂടി ഇതുപോലെ ബ്രൈറ്റ്നെസ് ഉണ്ടാവും. ലൈനിങ് ആണെങ്കിലും കുഴപ്പമില്ല, കോട്ടൺ ലൈനിങ് വാങ്ങിക്കാം. താഴത്തേക്കുള്ള സ്കേർട്ട് പാർട്ടാണ്. കോട്ടൺ ടൈപ്പ് അല്ല, കുറച്ച് തളർന്ന ഷിഫോൺ ടൈപ്പാണ് വാങ്ങിച്ചിരിക്കുന്നത്. പിന്നെ ഇത് ലൈനിങ് ആണ്. അപ്പോൾ നമുക്ക് ആദ്യമേ നമ്മുടെ യോക്ക് പാർട്ട് കട്ട് ചെയ്യാം. അപ്പോൾ നമുക്കിത് കട്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് ആദ്യമേ ഈ തുണിയിൽ കട്ട് ചെയ്യാം. എന്നിട്ട് ഇത് വെച്ച് നമുക്ക് നെറ്റ് കട്ട് ചെയ്യാം. അല്ലെങ്കിൽ നെറ്റിന്റെ മീതെ നമുക്ക് ചോക്ക് കൊണ്ട് വരയ്ക്കേണ്ടി വരും. ഞാനിപ്പോൾ ഈ തുണി മാറ്റി വെക്കുകയാണ്. എന്നിട്ട് ഇതൊന്ന് നിവർത്തിയെടുക്കാം. അതിനുശേഷം ഞാനിപ്പോൾ ഇതുപോലെ ഒന്ന് മടക്കി, എന്നിട്ട് ഈ മുകളിലെ ഈ തേര് ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റുകയാണ്. അപ്പോൾ ഈ മുകളിലെ ഭാഗം ഞാൻ സ്ട്രെയിറ്റ് ചെയ്തു. അപ്പോൾ ഞാനിപ്പോൾ എടുക്കുന്ന ഇന്നത്തെ ഈ അംബ്രല്ല ചുരിദാറിൻ്റെ ഫുൾ ലെങ്ത്ത് 39 ഇഞ്ചാണ്. ഇതിൽ ഞാൻ 11 ഇഞ്ച് യോക്ക് ലെങ്ത് ആയിട്ട് എടുക്കുകയാണ്. അപ്പോൾ ഞാനിപ്പോൾ യോക്ക് ലെങ്ത് ഇവിടെ മാർക്ക് ചെയ്യാണ്. ഈ മുകൾ ഭാഗത്തു നിന്ന് താഴത്തേക്ക് 11 ഇഞ്ച് പ്ലസ് ഞാൻ അതിനെ കൂടി ഒരു 2 ഇഞ്ച് സീം അലവൻസ് ചേർക്കുന്നുണ്ട്. നമുക്ക് സാധാരണ 1.5 ഇഞ്ച് മതി. ഞാനൊരു 1/2 ഇഞ്ച് കൂട്ടിയെടുക്കുകയാണ്. അപ്പോൾ ഞാൻ 13 ഇഞ്ചിൽ ഇതുപോലെ മാർക്ക് ചെയ്തു. എന്നിട്ടാണ് തുണി മടക്കുവാൻ പോകുന്നത്. അതായത് ഇതുപോലെ 2 മടക്കിൽ തുണി എടുത്തിടുക. ഇങ്ങനെ മടക്കിയതിന് ശേഷം നമുക്ക് ആദ്യം ഇതിൽ ഷോൾഡർ മാർക്ക് ചെയ്യാം. ഷോൾഡർ മാർക്ക് ചെയ്യേണ്ടത് ഇവിടെ നിന്നാണ് ഷോൾഡർ മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ ഇന്നെടുക്കുന്ന ടോട്ടൽ ഷോൾഡർ അളവ് 13 ഇഞ്ചാണ്. അപ്പോൾ 13ന്റെ പകുതി 6.5 ഇഞ്ചിൽ ഞാൻ മാർക്ക് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ എന്തിനാണ് കുറച്ച് സീം അലവൻസ് ഇതുപോലെ കൂട്ടിയെടുത്തതെന്ന് നിങ്ങൾക്ക് ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോയിൽ മനസ്സിലാവും. കാരണം നമ്മൾ ഈ ഭാഗം ഒന്ന് ഷേപ്പ് ചെയ്യുമ്പോൾ കറക്റ്റ് സ്ട്രെയിറ്റ് ആയിട്ട് നമുക്ക് കിട്ടണം. അപ്പം നമുക്ക് നെക്കൊക്കെ അടിച്ച് കഴിയുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു വ്യത്യാസം ഉണ്ടെങ്കിൽ അവിടെ കുറച്ച് സീം അലവൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കത് സ്ട്രെയിറ്റ് ആക്കി മാറ്റുവാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ഒരു 2 ഇഞ്ച് കൂടുതൽ എടുത്തത്. അപ്പോൾ ഞാനിപ്പോൾ ഷോൾഡറിൻ്റെ പകുതി, അതായത് 13ന്റെ പകുതി 6.5 ഇഞ്ച് മാർക്ക് ചെയ്തു. ഇനി നമുക്ക് താഴത്തേക്ക് ആം ഹോളാണ് മാർക്ക് ചെയ്യാൻ പോകുന്നത്. 6.5 ഇഞ്ച് ആം ഹോളും മാർക്ക് ചെയ്തു. ഒരു സ്ട്രെയിറ്റ് ലൈൻ പോലെ വരച്ചു കൊടുക്കാം. ഇനി ആം ഹോൾ മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ചെസ്റ്റ് മാർക്ക് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ടോട്ടൽ ചെസ്റ്റ് 32 ഇഞ്ചാണ് ഇന്ന് ഈ എടുക്കുന്ന ചുരിദാറിൻ്റെ ചെസ്റ്റ് അളവ്. അതിൻ്റെ കാൽഭാഗം എന്ന് പറയുമ്പോൾ 8 ഇഞ്ച്. അതിനെ കൂടി നമുക്ക് 2 ഇഞ്ച് സീം അലവൻസ് കൂടി ചേർത്ത് 10 ഇഞ്ചിൽ ഇതുപോലെ മാർക്ക് ചെയ്യാം. അതൊരു ലൈൻ പോലെ സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഈ കൈക്കുഴി നന്നായിട്ട് കുഴിച്ച് വരക്കാം. അതിന് വേണ്ടിയിട്ട് ഈ എഡ്ജിൽ നിന്ന് 1 ഇഞ്ച് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്യാം. എന്നിട്ട് വരക്കുമ്പോൾ ഇതുപോലെ നന്നായിട്ട് കുഴിച്ച് ഈ ചെസ്റ്റിൻ്റെ ഈ അളവിലേക്ക് വരച്ചു കൊടുക്കണം. കൈക്കുഴി കുഴിച്ച് വരച്ചു. ഇനി ഞാനിപ്പോൾ ഷേപ്പ് ലെങ്ത് ആണ് മാർക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ യോക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് താഴത്തേക്കുള്ള, അതായത് നമ്മുടെ സ്കേർട്ട് പാർട്ടിലായിരിക്കും ഇതിൻ്റെ ഷേപ്പ് ലെങ്ത് വരുന്നത്. അപ്പോൾ ഞാനിപ്പോൾ എക്സ്ട്രാ ഇവിടെ കുറച്ച് സീം അലവൻസ് ഇട്ടത് കൊണ്ട് എനിക്കിവിടെ കുറച്ച് അടിയിലേക്ക് തുണി ഉണ്ടാവും. അപ്പോൾ നിങ്ങളിങ്ങനെ വിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾ ആ ബോഡി സ്കേർട്ട് പാർട്ടിൽ ഷേപ്പ് മാർക്ക് ചെയ്താലും മതി. അപ്പോൾ ഞാനിപ്പോൾ എടുക്കുന്ന ഈ ചുരിദാറിൽ ഷേപ്പ് ലെങ്ത് 13 ഇഞ്ചാണ്. അതിവിടെ ഒന്ന് ഞാൻ ജസ്റ്റ് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തു. ഇനി വിട്ട് മാർക്ക് ചെയ്യാം. ടോട്ടൽ ഷേപ്പിന്റെ വിഡ്ത്ത് 26 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ കാൽഭാഗം എന്ന് പറയുമ്പോൾ 6.5 ഇഞ്ച്. 6.5 ഇഞ്ച് പ്ലസ് നമുക്കതിനെ കൂടി 2 ഇഞ്ച് സീം അലവൻസും കൂടി വേണം. അങ്ങനെ 8.5 ഇഞ്ചിൽ ഞാൻ മാർക്ക് ചെയ്തു. ഇതുപോലെ ഷേപ്പും മാർക്ക് ചെയ്തു. ഇനി നമുക്ക് ഇവ തമ്മിൽ ഇതുപോലെ ഒന്ന് ഷേപ്പ് ആക്കി കൊടുക്കാം. ഇനി നമുക്കിത് കട്ട് ചെയ്ത് നിന്ന് മാറ്റാം.
നമ്മളിതുപോലെ ബോഡി പാർട്ട് 2 പീസ് കട്ട് ചെയ്തെടുത്തു. നമുക്കിനി ഈ നെറ്റിൻ്റെ തുണിയിൽ കട്ട് ചെയ്യാം. അപ്പോൾ ഞാനപ്പോൾ നെറ്റിൻ്റെ തുണി ഇതുപോലെ ഒന്ന് മടക്കിയിട്ടു. അതിനുശേഷം കറക്റ്റ് ഒന്ന് തുണി ലെവൽ ചെയ്ത് വെച്ചിട്ട് നമ്മുടെ അളവ് നമ്മളിപ്പോൾ കട്ട് ചെയ്തെടുത്തില്ലേ അത് ഇതിൻ്റെ മീതെ ഇതുപോലെ വെക്കാം. ഇപ്പോൾ കറക്റ്റായിട്ട് ഇതുപോലെ വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു പീസ് ആദ്യമേ ഇതുപോലെ കട്ട് ചെയ്യുകയാണ്. ഒരെണ്ണം ഇതുപോലെ കട്ട് ചെയ്തു. ഇനി ഒരെണ്ണം കൂടി ഞാൻ കട്ട് ചെയ്യാൻ പോവുകയാണ്. 2 തുണി നമ്മൾ നെറ്റിൽ നിന്ന് ഇതുപോലെ കട്ട് ചെയ്തെടുത്തു. അപ്പോൾ നമുക്കിനി നെക്ക് കട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ നെക്കും കട്ട് ചെയ്യാൻ പോകുന്നത് ഈ തുണിയിൽ തന്നെയാണ്. നമുക്കത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇതിൽ വെച്ച് നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. കാരണം ഈ നെറ്റിലൊക്കെ ഈ ചോക്കിൻ്റെ പാടൊക്കെ വരുമ്പോൾ അത് നമ്മൾ ആദ്യം ഇടുമ്പോൾ വാഷ് ചെയ്യില്ലല്ലോ, അപ്പോൾ അതൊരു ഭംഗിയായിരിക്കും. അപ്പോൾ ഈ തുണി തന്നെ നമുക്ക് നെക്ക് കട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ഫ്രണ്ട് നെക്കാണ് ആദ്യമേ കട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ ഞാൻ F എന്ന് എഴുതിയിട്ടുണ്ട്. അത് പെട്ടെന്ന് മനസ്സിലാൻ വേണ്ടിയിട്ടാണ് ഇത് ഏത് ഭാഗമാണെന്നുള്ളത്. അപ്പോൾ നെക്ക് വീതി ആദ്യമേ മാർക്ക് ചെയ്യാം. 3 ഇഞ്ചാണ് എപ്പോഴും ഞാൻ നെക്ക് വീതി എടുക്കുന്നത്. ഇപ്പോൾ ക്യാൻവാസ് വെക്കുന്നില്ല. അപ്പോൾ നെക്ക് വൈഡായി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഒരു 1/4 ഇഞ്ച് കുറച്ചെടുക്കുക. അപ്പോൾ 3-ൽ നിന്ന് ഒരു 1/4 ഇഞ്ച് കുറക്കുമ്പോൾ 2.25 ഇഞ്ച് അത് വേണം തുണിയിൽ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാനിപ്പോൾ കറക്റ്റ് ഇതുപോലെ 2.25 ഇഞ്ച് മാർക്ക് ചെയ്തു. 1/2 ഇഞ്ച് തയ്യൽ തുമ്പാണ് നമ്മൾ നെക്ക് അടിക്കുമ്പോഴേക്കുന്ന തയ്യൽ തുമ്പ്. ഇനി നമ്മൾ നെക്ക് ലെങ്ത്ത് മാർക്ക് ചെയ്യാൻ പോവുകയാണ്. 5.5 ഇഞ്ചാണ് നെക്കിൻ്റെ ലെങ്ത്ത്. അതും ഞാൻ മാർക്ക് ചെയ്തു. ഈ ഭാഗത്തു നിന്നും നമുക്ക് 2.25 ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്യാം. എന്നിട്ടൊരു സ്ക്വയർ പോലെ വരച്ചു കൊടുക്കാം. ഇനി നല്ല വൈഡ് യു ആയിട്ട് ഞാനിപ്പോൾ നെക്ക് വരക്കുകയാണ്. കട്ട് ചെയ്യാം. പോലെ നല്ല വൈഡായിട്ട് യു കട്ട് ചെയ്തു. ഇനി ബാക്ക് നെക്ക് കട്ട് ചെയ്യാം. അപ്പോൾ ബാക്ക് നെക്കിലും നെക്ക് വീതി 2.25 ഇഞ്ച് തന്നെ അത് മാർക്ക് ചെയ്യാം. ലെങ്ത്ത് 5 ഇഞ്ചാണ് ഞാൻ ഇറക്കാൻ പോകുന്നത്. ബാക്ക് അധികം വ്യത്യാസപ്പെടുത്തുന്നില്ല. ബാക്കും ഫ്രണ്ടും തമ്മിൽ ഏകദേശം ഒരേ അളവ് തന്നെ. ഫ്രണ്ട് 5.5, ബാക്ക് 5 ഇഞ്ച്. ഇവിടെയും 2.25 ഇഞ്ച് വീതി മാർക്ക് ചെയ്തു. സ്ക്വയർ പോലെ വരച്ചിട്ട് നമുക്കിത് നല്ല വൈഡ് യു ആയിട്ട് കട്ട് ചെയ്യാം. അപ്പോൾ ഇത് ഇവിടെ ഞാനപ്പോൾ ബി എന്ന് എഴുതി വെച്ചു. അപ്പോൾ ഇത് ഞാൻ മാറ്റി വെക്കുകയാണ്. നമ്മൾ നെക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞു. ഞാനിപ്പോൾ സ്ലീവ് ബാക്കി തുണി ഇതുപോലെ ഉണ്ട്. 1/2 മീറ്ററാണ് വാങ്ങിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് സ്ലീവ് വേണമെങ്കിൽ ഇതൊന്ന് കട്ട് ചെയ്യാം. ഞാനിപ്പോൾ ഇതിൻ്റെ ഈ സ്കേർട്ട് പാർട്ടിൽ നിന്നാണ് സ്ലീവ് കട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് മാറ്റി വെച്ചു. സ്കേർട്ട് പാർട്ട് എടുത്തു. ഫുള്ളായിട്ട് ഇതുപോലെ വിടർത്തി. ആദ്യമേ നമ്മൾ ഈ 2 അറ്റം തമ്മിൽ കൂട്ടി യോജിപ്പിക്കുക. അപ്പോൾ അംബ്രല്ല ആയതുകൊണ്ട് നമുക്ക് ക്രോസ് കട്ടിലാണ് നമ്മൾ മടക്കുവാൻ പോകുന്നത്. ഇപ്പോൾ തമ്മിൽ ഇതുപോലെ കൂട്ടിയെടുത്തു. അതിനുശേഷം ക്രോസ് ആയിട്ട് മടക്കാം. പോലെ ക്രോസ് ആയിട്ട് മടക്കിയെടുക്കും. അപ്പോൾ നമ്മൾ തുണി ഇതുപോലെ മടക്കിയിട്ടു ക്രോസ് ആയിട്ട്.
അതിനുശേഷം ഏതെങ്കിലും ഒരു ഭാഗം എടുക്കുക, ഫ്രണ്ടോ ബാക്കോ ഏത് വേണമെങ്കിലും യോക്ക് പാർട്ടിൽ നിന്ന് ഒരു പീസ് ഇതുപോലെ എടുക്കുക. സ്കേർട്ട് പാർട്ടിന്റെ ഈ ഭാഗത്ത് ഇതാ ഈ വീതി ആയിരിക്കണം വരേണ്ടത്. അപ്പൊ ഞാനിപ്പോ കറക്റ്റ് ഇതാ ഇതുപോലെ തുണി വെച്ചു. അത് ചോക്കിനൊന്ന് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് മാറ്റാം. അപ്പോൾ ഈ രണ്ട് വീതിയും കറക്റ്റ് ലെവലിലാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. ഇനി നമ്മളിതിൽ ഇതിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്യാം. അപ്പോൾ സ്കേർട്ട് പാർട്ടിൻ്റെ ലെങ്ത്ത് ടോട്ടൽ ലെങ്ത്തിൽ നിന്ന് നമ്മുടെ യോക്ക് പാർട്ട് കട്ട് ചെയ്ത ലെങ്ത്താണ് നമ്മൾ സ്കേർട്ട് പാർട്ടിന് എടുക്കേണ്ടത്. അപ്പോൾ എൻ്റെ ഈ സ്കേർട്ട് പാർട്ടിൻ്റെ ലെങ്ത്ത് 28 ഇഞ്ചാണ്. അപ്പോൾ ഞാനത് താഴത്തേക്ക് മാർക്ക് ചെയ്യാൻ പോവുകയാണ്. 28 ഇഞ്ച്. നമുക്കതിനെ കൂടി 1 ഇഞ്ച് സീം അലവൻസും കൂടി ചേർത്ത് 29 റേഞ്ചിൽ ഇതുപോലെ മാർക്ക് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് 29 ഇഞ്ചാണ്. അത് നേരെ സെൻറ്ററിൽ ഈ ഭാഗത്ത് നമ്മൾ അളന്ന ഭാഗം ഉണ്ടല്ലോ ലൈൻ വരച്ചത്, ആ ഭാഗത്ത് വെച്ചിട്ട് വേണം കുറച്ചിങ്ങോട്ടേക്ക് നീക്കി 29 ഇഞ്ചിൽ മാർക്ക് ചെയ്യാം. ഇതേ അളവ് തന്നെ കുറച്ചും കൂടി നീക്കി മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി അവസാനമായിട്ട് നമ്മൾ നല്ല ഫ്ലെയറിലാണ് ഇന്ന് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അവസാനമായിട്ട് ഈ ഭാഗത്തു നിന്നും കൂടി നമുക്ക് 29 ഇഞ്ച് മാർക്ക് ചെയ്യാം. കുറച്ച് തുണി ഇവിടെ പോരാ, അപ്പോൾ നമുക്കത് വെച്ച് കൊടുക്കേണ്ടി വരും. അപ്പോൾ നമുക്കിതുപോലെ ഇവിടെ 4 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. അതെല്ലാം ഒന്ന് കൂട്ടി വരച്ചെടുക്കാം. ഇങ്ങനെയാണ് നമ്മൾ അംബ്രല്ല മോഡൽ ടോപ്പ് തയ്ക്കുമ്പോൾ ലെങ്ത് എടുക്കേണ്ടത്. നമ്മൾ സാധാരണ ലെങ്ത് എടുക്കുന്നത് പോലെ ഈ ഭാഗത്തുനിന്നും മാത്രം എടുത്ത് അങ്ങനെ ശരിയാവില്ല. കറക്റ്റ് ഇതുപോലെ റൗണ്ട് ആക്കി വേണം എടുക്കാനായിട്ട്. അപ്പോൾ നമുക്കിത് കട്ട് ചെയ്യാം. ഞാനിപ്പോൾ താഴെ ഭാഗത്തുനിന്ന് കട്ട് ചെയ്യാണ്. ഇവിടെ ഇതുപോലെ ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കാം. ഇനി മുകൾ ഭാഗം കട്ട് ചെയ്യും. ഞാനിപ്പോൾ ഇതൊന്ന് ഓപ്പൺ ചെയ്യുകയാണ്. നമ്മളിപ്പോൾ കട്ട് ചെയ്തെടുത്ത തുണിയാണിത്. നമുക്ക് ലൈനിങ് കട്ട് ചെയ്യാം. ലൈനിങ് കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ക്രോസ് ആയിട്ടല്ല, സാധാരണ സ്ട്രൈറ്റ് ആയിട്ട് സ്ലിറ്റ് ഉള്ള ചുരിദാറിൽ കട്ട് ചെയ്യുന്ന പോലെ തന്നെയാണ് ലൈനിങ് ഇതിൽ കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാനപ്പോൾ ഫുള്ളായിട്ട് ലൈനിങ് ഇതുപോലെ വിടർത്തി അതിനുശേഷം ഈ രണ്ടറ്റം തമ്മിൽ ഇതുപോലെ ഒന്ന് കൂട്ടിയെടുക്കാം. എന്നിട്ട് രണ്ടാക്കി ഇതുപോലെ മടക്കിയിടാം. സാധാരണ ചുരിദാറിന് മടക്കിയിടുന്നത് പോലെ തന്നെ ഞാൻ മടക്കിയിട്ടു. നമുക്ക് ഏതെങ്കിലും ഒരു സ്കേർട്ട് പാർട്ട് ഇതിന്റെ മീതിലേക്ക് ഇതുപോലെ വെക്കുക. അപ്പൊ താഴെ നിന്ന് മാർക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്യാം. അതിനുശേഷം ഒരു 2 ഇഞ്ച് ഇതുപോലെ ഒന്ന് കുറച്ച് വേണം മാർക്ക് ചെയ്യാൻ, അല്ലെങ്കിൽ ലൈനിങ് നമ്മുടെ നല്ല തുണിയുടെ അടിയിൽ തൂങ്ങിക്കിടക്കും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഒരു 2 ഇഞ്ച് ഇതുപോലെ കയറ്റുക. ഈ ഒരു ഷേപ്പിൽ തന്നെ നമുക്ക് ലൈനിങ്ങും സ്റ്റിച്ച് ചെയ്യും. അപ്പോൾ ലൈനിങ്ങിന്റെ അടിഭാഗം കട്ട് ചെയ്തു. ഇത്രയും വ്യത്യാസം ഉണ്ടാവണം. ലൈനിങ്ങും നമ്മുടെ നല്ല തുണിയും തമ്മിൽ ഇത്രയും വ്യത്യാസം ഉണ്ടാവണം. ഇല്ലെങ്കിൽ നമ്മൾ നടക്കുമ്പോൾ നമ്മുടെ ലൈനിങ് തൂങ്ങി ഇതിന് താഴത്തേക്ക് പോരും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഗ്യാപ്പ് ഞാൻ ഇട്ടത്. ഇനി നമുക്ക് ഈ ഒരു അളവിൽ തന്നെ കൂടെ ഈ മുകൾ ഭാഗത്തുനിന്ന് കട്ട് ചെയ്യാം.
ഇവിടം വരെ തുണിയുള്ളൂ. ഇവിടം വരെ നമ്മൾ ലൈനിങ് കട്ട് ചെയ്തെടുത്തു. ഇതിൻ്റെ സൈഡും ഞാനൊന്ന് കറക്റ്റ് ലെവൽ ചെയ്യാണ്. ഇത് കുറച്ച് കോണിപ്പുള്ള ലൈനിങ് ആയിരുന്നു. അപ്പോൾ ഈ 4 ഭാഗവും ഇതുപോലെ കറക്റ്റ് ലെവൽ ചെയ്തു. അപ്പോൾ ലൈനിങ്ങിൻ്റെ കട്ടിങ്ങും കഴിഞ്ഞു. 2 ലൈനിങ്. ഇനി ഞാനിപ്പോൾ സ്ലീവ് കട്ട് ചെയ്യാൻ പോവുകയാണ്. ഇതാണ് അതിൻ്റെ ബാക്കി തുണി. സ്ലീവിന് വേണ്ടി കട്ട് ചെയ്യാൻ പോവുകയാണ്. ഇങ്ങനെ തുണി മടക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നും കൂടി ഇതുപോലെ ഇങ്ങനെ ഒന്ന് മടക്കിയിടാം. സ്ലീവിൻ്റെ ലെങ്ത്ത് 12 ഇഞ്ചാണ്. അപ്പോൾ ഞാനിപ്പോൾ ഈ 12 ഇഞ്ച് താഴെ ഭാഗത്തു നിന്നാണ് മുകളിലേക്കാണ് മാർക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ 12 ഇഞ്ചാണ് ഇതിൻ്റെ ലെങ്ത്ത്. അതിനെ കൂടി നമുക്ക് താഴെ ഭാഗം മടക്കിയടിക്കാനായിട്ട് 1 ഇഞ്ച്, പിന്നെ ഒരു 1/2 ഇഞ്ച് നമുക്ക് ചുരിദാറുമായിട്ട് കൂട്ടുവാൻ വേണ്ടി 1/2 ഇഞ്ച്, ടോട്ടൽ 1.5 ഇഞ്ച് സീം അലവൻസും കൂടി ചേർത്ത് ഞാനിപ്പോൾ 13.5 ഇഞ്ചിൽ മാർക്ക് ചെയ്തു. ഇനി നമുക്കിതിൽ വണ്ണം മാർക്ക് ചെയ്യാം. വണ്ണം 7 ഇഞ്ചാണ് ഇതിൻ്റെ മുകളിലത്തെ വണ്ണം. അതിന് കൂടി 2 ഇഞ്ച് സീം അലവൻസും കൂടി ചേർത്ത് നമുക്ക് 9 ഇഞ്ചിൽ ഞാനിപ്പോൾ മുകളിലത്തെ വണ്ണം മാർക്ക് ചെയ്തു. താഴത്തെ വണ്ണം 8 ഇഞ്ചാണ്. അപ്പോൾ 8ൻ്റെ പകുതി 4, അതിനെ കൂടി നമുക്ക് 1 ഇഞ്ച് മാത്രം സീം അലവൻസ് മതി. അങ്ങനെ ഞാനിപ്പോൾ 5 ഇഞ്ച് മാർക്ക് ചെയ്തു. മുകളിലെ വണ്ണം മാർക്ക് ചെയ്തപ്പോൾ 2 ഇഞ്ചാണ് സീം അലവൻസ് എടുത്തത്. താഴെ 1 ഇഞ്ച് മാത്രം സീം അലവൻസ് എടുത്താൽ മതി. ഇനി മുകൾ ഭാഗത്തു നിന്ന് കൈക്കുഴി നമുക്ക് 3 ഇഞ്ചിൽ കൈക്കുഴി ഇതുപോലെ മാർക്ക് ചെയ്യാം. ഇനി നമ്മുടെ ആ ലെങ്ത്തിൻ്റെ ആ ഭാഗത്തു നിന്ന് കൈക്കുഴിയിലേക്ക് നന്നായിട്ട് ഇതുപോലെ കുഴിച്ച് വരക്കാം. അതിനുശേഷം ഈ വണ്ണം താഴത്തെ വണ്ണത്തിലേക്ക് ഇതുപോലെ മാർക്ക് ചെയ്യാം. അപ്പോൾ സ്ലീവ് കഴിഞ്ഞു, കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ 2 സ്ലീവ് നമ്മളിതുപോലെ കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്കിതിൽ ലൈനിങ്ങും കൂടി ഒന്ന് കട്ട് ചെയ്യാം. ബാക്കിയുള്ള ലൈനിങ് ആണ്. ഞാനിപ്പോൾ ഇതുപോലെ ഒന്ന് 4ആക്കി മടക്കിയെടുത്തു. അതിനുശേഷം നമ്മളിപ്പോൾ കട്ട് ചെയ്ത ഈ സ്ലീവ് ഇതിൻ്റെ മീതിലേക്ക് നമുക്കിതുപോലെ വെച്ചിട്ട് കട്ട് ചെയ്യാം. അപ്പോൾ 2 ലൈനിങ് ഇതുപോലെ കട്ട് ചെയ്തെടുത്തു. നമുക്കിനി ഇപ്പോൾ ഞാൻ ചുരിദാറിൻ്റെ യോക്ക് ഭാഗമാണ് ഇട്ടിരിക്കുന്നത്. അതിൻ്റെ കൈക്കുഴി ഒന്നും കൂടി കുഴിച്ച് നമുക്കൊരു 1/2 ഇഞ്ചിൽ മാത്രം കുഴിച്ച് കട്ട് ചെയ്താൽ മതി. അപ്പോൾ കുഴിക്കുമ്പോൾ ഈ ഷോൾഡറിൻ്റെ ഈ ഭാഗത്തുനിന്ന് ചോക്ക് ടച്ച് ചെയ്യാതെ കുറച്ചിറക്കി ഇതുപോലെ ഒന്ന് ഒരു 1/2 ഇഞ്ചിൽ കുഴിച്ച് നമ്മുടെ ആ ചെസ്റ്റിൻ്റെ അളവിലേക്ക് ഇതുപോലെ കൊണ്ടുവരിക. എന്നിട്ടത് ഒരുമിച്ച് വെച്ചിട്ട് തന്നെ ഇതിപ്പോൾ 2 ലൈനിങ് പിന്നെ 2 നല്ല തുണി. ഇതുപോലെ ഒന്ന് ഈ ഭാഗത്ത് കുഴിച്ചു കൊടുത്തു. അതുപോലെ തന്നെ സ്ലീവിലും നമുക്കിതാ ഇത്രയും ഭാഗം ഒഴിവാക്കുക. എന്നിട്ടൊരു 1/2 ഇഞ്ച് ഇതുപോലെ കുഴിച്ച് നമ്മുടെ ആ വണ്ണത്തിലേക്ക് വീണ്ടും ഇതുപോലെ കൊണ്ടുവന്ന് നിർത്തുക. ഇതിലും ലൈനിങ്ങും 2 നല്ല കൈയും ഞാൻ വെച്ചിട്ടുണ്ട്. ഇതുപോലെ ഈ ഭാഗത്തും കുഴിച്ചു കൊടുത്തു. കണ്ടല്ലോ. കുറച്ച് ക്രോസ് പീസ് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് നെക്കിൽ പൈപ്പിംഗ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അതായത് നമ്മുടെ സ്കേർട്ട് പാർട്ടിൻ്റെ ഈ തുണി നമ്മൾ ഈ നെറ്റിൻ്റെ നെക്കിൽ പൈപ്പിംഗ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 2 നല്ല സ്ട്രെയിറ്റ് ആയിട്ടുള്ളൊരു നീളത്തിലെ പീസും കട്ട് ചെയ്തിട്ടുണ്ട്. ഇത് ബാക്കിൽ നമുക്ക് വള്ളി വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇന്നത്തെ കട്ടിങ് കഴിഞ്ഞു. ഇനി അടുത്ത വീഡിയോൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ആണ്. താങ്ക് യു.